എന്തിനാണ് പുരുഷ കമ്മീഷൻ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഏകദേശം 2 മാസം മുമ്പ് ശ്രീ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈന്റ് ആണ്. പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നു. നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ FIR ഇട്ടോ എന്ന് ചോദിച്ചു. നിവിൻ പോളി പരാതി കൊടുത്തല്ലോ. നിവിൻ പോളി പരാതി കൊടുത്തു, DGPക്ക് തന്നെ പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്താ FIR ഇടാത്തത്? ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത്? ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ? ഇപ്പോഴും രസം എന്താ അറിയാമോ? നിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവരെ കൊടുത്ത ബാക്കി 7 പേര് കഷ്ടകാലത്തിന് വരാത്ത സമയത്ത് ദുബായിലായിരുന്നു. അതുകൊണ്ട് അവർ ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയില്ല. ഈ അന്വേഷണം ഒരിക്കലും തീരില്ല, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അറിയണം, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ, നൗലീശ്വറല്ല, ജഡ്ജി കൗസർ എടപ്പകത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. എൽദോസ് കുന്നപ്പള്ളി എന്ന MLAക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. ഇവർ എൽദോസിനോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. അങ്ങനെ എൽദോസിന്റെ കാശ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. 49 കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി. പക്ഷെ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിൽ അതുണ്ടോ? എൽദോസിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ നേടേണ്ടിരുന്നു, കുറച്ചു കാലം അവരുടെ പാർട്ടി നിലകൊള്ള മാറി നിന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? നാളെ ആർക്കെതിരെ വന്നൂടെ? നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ വന്നൂടെ? നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോലും. ഞാൻ ഇനി പേരെടുത്ത് പറഞ്ഞു, ഞാനത് കൊടുക്കണമെന്നല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ്. സമാനമായ ഒരു പരാതിയല്ലേ? അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി. പുള്ളിയാണ് അതിന്റെ 1-ാം പ്രതി. അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞ പേര് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഡോക്ടർ അരുൺ, അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞത് പുള്ളി അതിന്റെ 1-ാം പ്രതിയായി പോക്സോ കേസ് വരികയാണ്. ഇതിനൊരു അവസാനമില്ല. അതായത് എത്ര എളുപ്പമാണ്. ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല. കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതി. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാം, കൊടുക്കാം. അവന് കുടിക്കാനും എന്ത് പറ്റും? അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ സമീപനം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന വാർത്ത പോലും കൊടുക്കില്ല. അതാണ് പ്രശ്നം. പിന്നീട് എന്താ അറിയോ? ഗൂഗിളിലൊക്കെ, പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ്, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട്. അതായത് ഡ്യൂ ഡെലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ HR വർക്ക് ചെയ്യുന്നവരെല്ലാം വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു പോകും. അപ്പം കാണുന്നത് എന്താ? ഇവൻ പീഡകനാണ്, ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്തകളാണ്. ഏതെങ്കിലും HR റിസ്ക് എടുക്കുമോ? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ 2 പേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ പറഞ്ഞു, സാറേ അവനെ വെറുതെ വിട്ടു, കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. പക്ഷെ അവർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്ത് വാർത്തയെങ്കിലും കൊണ്ടുപോകാം. ആ വാർത്ത ആർക്കാ ന്യൂസ് വാല്യൂ ഇല്ല. ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആണ്. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൈയടി നേടുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക. ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിതാന്ന രോഗന പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ വിടുക. ഒരു വരി കൂടെ പറഞ്ഞു, നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല. പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവിതയായോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷ വേട്ടക്കാരനായോ? പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റ് ആണ്, പരാതിക്കാരാണ്. മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ്, ആരോപിതരാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 75 വർഷങ്ങളുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി 1.5 മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത്. ചുമ്മാ ഒബിറ്റർ ഡിക്റ്റ് അല്ല, പറഞ്ഞു പോണതല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട്, പ്രിവസിക്ക്. അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ്. അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു? ഒരാൾ വന്ന് 7 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ഒരാൾ വന്ന് 11 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ബാലേന്ദ്രൻ സാറിനെ പോലുള്ള മുതിർന്ന ആൾക്കാർ പോലും കൊടുക്കാൻ നോക്കുകയാണ്. ഇതിനൊരു അവസാനം വേണ്ടേ? അതുകൊണ്ട് എനിക്ക് മീഡിയയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം, ഒന്ന് ബാലൻസ്ഡ് ആയി. അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരേന്ന് വിളിച്ചോളൂ. അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരേന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന വേട്ടക്കാരനാകാതെ
ഇരയും അക്യൂസ്ഡും ആരോപിതനും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെന്ന് പ്രൊഫസർ പറയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു. ഹണി റോസിന് തിരിച്ചടിയായിട്ടല്ല, പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു. അതോടൊപ്പം ഹണി റോസിനോട് ഒരു അഭ്യർത്ഥന കൂടി, ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്, ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണി റോസിന്റെ പിന്തുണയും അഭ്യർത്ഥിക്കും. ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ, പുരുഷ കമ്മീഷന് ഹണി റോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കും. താങ്ക് യു.